410 ഗ്രാം 21. ഫസ്റ്റ് പ്രൈസ് 10,000, സെക്കൻഡ് പ്രൈസ് 5,000 അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എമൗണ്ട് കിട്ടുവാണെങ്കിൽ എന്റെ എമൗണ്ട് ഞാൻ പുള്ളിക്കാരന് കൊടുത്ത് സഹായിക്കാൻ എന്റെ ഒരു തീരുമാനം. 850. നമ്മുടെ ടൂർണമെന്റ് അല്ലല്ലോ, മെയിനായിട്ട് നമ്മുടെ മത്സരത്തിന്റെ അകത്ത് പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നടത്തുന്നത് തന്നെ, അതിനുവേണ്ടി മത്സരിക്കുന്നുള്ളതേ ഉള്ളത്. 1 കിലോ 850 ഗ്രാം ഹരീഷ് ആണ് ഫസ്റ്റ് പ്രൈസ്. ഹരീഷ് ആരാ? ഹരീഷ്. ഓക്കെ സുഹൃത്തുക്കളെ, ക്രിക്കറ്റിനെ പോലെയും ഫുട്ബോളിനെ പോലെയും ഈ ചൂണ്ടയിടയിൽ ഒരു ഹരമാക്കി മാറ്റിയ കുറേ ചൂണ്ട പ്രാന്തന്മാർ അതാണ്ട് ഈ ഒരു കടൽത്തീരത്ത് എത്തിയിരിക്കുകയാണ്. എന്തിനാണെന്നുള്ളത് നമുക്കൊന്ന് അറിയണ്ടേ? നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. ചൂണ്ടക്കടയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിഷിംഗ് ടൂർണമെന്റ് ഉണ്ട്. എന്തായാലും നമുക്ക് അതിന്റെ വിശേഷങ്ങൾ അറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഒരു 26 വയസ്സുള്ള ഒരു പയ്യനാ. അവന് അടിയന്തരമായിട്ട് ഒരു ചികിത്സ, അത് 2 കിഡ്നി നഷ്ടപ്പെട്ട് 26 വയസ്സുള്ള നല്ല സ്റ്റൈലായിട്ടുള്ള യങ്ങായിട്ടുള്ള ഒരു പയ്യൻ. നമുക്ക് നല്ലോണം അറിയാം പയ്യൻ്റെ അവസ്ഥയും കാര്യങ്ങളും, ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരു പയ്യനാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇത് ചെയ്യണമെന്ന് അവനൊരു 10,000 രൂപ കൊടുക്കാനാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത്. അപ്പോൾ ഞാനിത് വിചാരിച്ച് ചൂണ്ടയിടയിൽ മത്സരം നടത്തി കുറച്ചും കൂടെ പൈസ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന രജിസ്ട്രേഷൻ ഫീസും കൂടെ കൊടുത്ത് നല്ലൊരു എമൗണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് തീരുമാനിച്ചപ്പോൾ അങ്ങനെ പണ്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ വിപുലമാക്കി കുറച്ചും കൂടെ ആൾക്കാരെയൊക്കെ കൂട്ടി ഒരു നല്ലൊരു പ്രോഗ്രാം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുറേ പേര് വന്നു തുടങ്ങി. നമ്മുടെ ചൂണ്ടയിടയിൽ മത്സരം തുടങ്ങാൻ ഇനിയും ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ തുടങ്ങും. എത്ര മണിക്കാണ് തുടങ്ങുന്നത്? 2 മണിയാണ് നമ്മൾ നിശ്ചയിച്ചത്. എന്നാലും ഒരു 3-4 മണിയൊക്കെ ആവും അവിടെ തുടങ്ങും. എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ? മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചൂണ്ടയിടിയിൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് 200 രൂപ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക. അതാണ് ഫസ്റ്റ് മാനദണ്ഡം. എന്നിട്ട് ഗെയിം കളിക്കുന്നതിന് ഇവിടെ പ്രത്യേകതകളൊന്നുമില്ല. നമുക്ക് എത്ര ചൂണ്ട വേണമെങ്കിലും ഉപയോഗിക്കാം, ബൈറ്റ് ഉപയോഗിക്കാം, ലൂർ ഫിഷിങ് ചെയ്യാം, അതുപോലെ തന്നെ കൈച്ചൂണ്ട ഇടാം, ഏറ് ചൂണ്ട വെറും നൂല് മാത്രം ഉപയോഗിച്ച് ഏറ് ചൂണ്ട വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് എങ്ങനെ വേണമെങ്കിലും ഫിഷിങ് ചെയ്യാം. പക്ഷേ ഒരേ സമയത്ത് 2-3 ചൂണ്ട 2 സ്റ്റിക്ക് അങ്ങനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ സ്റ്റിക്ക് ഉപയോഗിച്ച് കുഴഞ്ഞ് അടിക്കുന്നില്ല, അത് മാറ്റി വെച്ചിട്ട് കൈച്ചൂണ്ട ഇടാം, അത് മാറ്റി വെച്ചിട്ട് ഏറ് ചൂണ്ട ഒരു സമയം ഒരെണ്ണം. അതാണ് എത്ര ചൂണ്ട വേണമെങ്കിൽ അങ്ങനെയല്ല. എന്നിട്ട് നമ്മൾ ടോട്ടൽ പിടിച്ച മീനിന്റെ വെയിറ്റ് നോക്കും. ഏറ്റവും 1 ഗ്രാമെങ്കിലും ആരാണോ, ഏത് ടൈപ്പ് മീനൊന്നും ഇല്ല, ഏത് മീനെയും പിടിക്കാം. ടോട്ടൽ വെയിറ്റ് 1 ഗ്രാമെങ്കിലും ആരാണോ അവരാണ് വിന്നർ. വിന്നർക്ക് 10,000 രൂപയാണ് ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രൈസ് ഞാനാണ് കൊടുക്കുന്നത്. സെക്കൻഡ് പ്രൈസ് നമ്മുടെ നീണ്ടകര ശക്തികുളങ്ങര കൊല്ലം നെറ്റ്സ് നൈലോൺസ് എന്ന് പറയുന്നവർ അവരാണ് കൊടുക്കുന്നത്. പിന്നെ തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് ഹവാസ് ആണ് കൊടുക്കുന്നത്. ഹവാസ് എന്ന് പറയുന്ന ഒരു ഫിഷിംഗ് ടീമുണ്ട്, അവരാണ് കൊടുക്കുന്നത് തേർഡ് പ്രൈസ്. അത് 4,000 രൂപയുടെ ഫിഷിംഗ് പ്രോഡക്റ്റ് കൊടുക്കുന്നത്. കൊല്ലം നെറ്റ്സ് എന്ന് പറയുന്ന ടീം 5,000 രൂപയുടെ ഫിഷിംഗ് പ്രോഡക്റ്റ് കൊടുക്കുന്നത്. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു മത്സരം നടത്തുന്നത്? അല്ലല്ല, ഇത് ഞാൻ 2-3 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കൊറോണയ്ക്ക് മുന്നേ നടത്തിയിട്ടുണ്ട്, ജസ്റ്റ് മുന്നേ നടത്തിയിട്ടുണ്ട്. അതിന് മുന്നേ ഒരു 4 കൊല്ലം മുമ്പ്, മൊത്തത്തിൽ ഒരു 8 കൊല്ലം മുമ്പ് നടത്തി, പിന്നെ 4 കൊല്ലം മുമ്പ് നടത്തിയിട്ടുണ്ട്. എവിടെയൊക്കെ ഉള്ളവരായിരിക്കും ഇത്? നമ്മൾ കേരളത്തിലുള്ള മിക്കവാറും ആൾക്കാർ, ഇപ്പൊ ഗോവയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് ചൂണ്ടയിടയിൽ മത്സരം. നമ്മുടെ ഒരു ഫ്രണ്ട് ഗോവക്കാരൻ, ഗോവയിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ തിരുവനന്തപുരം എല്ലാം നമ്മളെ അറിയാവുന്ന ഒരു ഈ പ്രോഗ്രാം ഒരു എന്റർടൈൻമെന്റ് പോലെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഗ്രൂപ്പുണ്ടോ? ഗ്രൂപ്പുണ്ട്, ഫിഷിംഗ് ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. അപ്പൊ ആ ഗ്രൂപ്പിലൊക്കെ ഇത് ഒത്തിരി സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് അറിഞ്ഞവരും ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കിയ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പുലിമുട്ടിൽ നിന്ന് സ്റ്റാർട്ട് ആകുക, അവിടുന്ന് അത് ഓർഡർ അനുസരിച്ച് ലാസ്റ്റ് വരെ. ഇപ്പൊ എത്ര പേര് വന്നിട്ട് 41 പേര്. അപ്പൊ അതനുസരിച്ച് എല്ലാവരും ലൈനായിട്ട് പോവുക, ഗെയിം സ്റ്റാർട്ട് ആകുക. ഇപ്പൊ സമയം എന്തായി? 3:30. തുടങ്ങിക്കോ. 2 മണിക്കൂറാണ് സമയം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് മുട്ടയും തുടങ്ങിക്കോ, കുഴപ്പമില്ല. മുത്ത് മുതൽ എവിടെ വേണേലും നിൽക്കാം, കുഴപ്പമില്ല. എല്ലാവരും ഇഷ്ടം പോലെ നിൽക്കുക. പിന്നെ മത്സരം നമ്മുടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, പിടിക്കുന്ന മീനെ അവിടെ തന്നെ വെക്കുക, ആരും കൊണ്ടുവരണ്ട. അവിടുന്ന് വാളണ്ടിയർ വന്ന് കളക്ട് ചെയ്യും. പിന്നെ മീനിന്റെ വലിപ്പം ഒന്നുമില്ല, നമ്മൾ തൂക്കമാണ്. ഒരു 100 ഗ്രാമെങ്കിലും കൂടുതൽ ആരാണോ പിടിച്ചത് അവർക്കാണ്, തൂക്കി നോക്കും, അവരാണ് വിന്നർ. അപ്പൊ പിന്നെ നമ്മൾ പറയുന്ന പിന്നെ കളക്ട് ചെയ്ത് മീൻ ഒരു സമയത്ത് ഒരു ടൂൾസേ ഉപയോഗിക്കാവുള്ളൂ. എന്ന് വെച്ചാൽ ഒരുപാട് ചൂണ്ടകൾ ഉപയോഗിക്കരുത്. ചൂണ്ട ഒരേ സമയത്ത് മാനച്ചൂണ്ട അങ്ങനെ ഉപയോഗിക്കാം, സബുക്ക് ഉപയോഗിക്കാം, ലൂർ ഉപയോഗിക്കാം, എല്ലാ ടൈപ്പ് സാധനങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ ഒരു സമയം ഒരു സ്റ്റിക്ക്, ആ സ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് കൈച്ചൂണ്ട ഇടാം, ഏറ് ചൂണ്ട ഇടാം. അത് ആൾക്കാരുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ഒരുപാട് ആൾക്കാർ ഒരാൾക്ക് വേണ്ടി മത്സരിക്കരുത്. അതാണ് ഗെയിം.
അപ്പോൾ മനസ്സിലായി കാണും എല്ലാവരും. മാക്സിമം ഒരു സാധനം ഉപയോഗിക്കാം. ചൂണ്ടകൾ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. ലൂർ ഉപയോഗിക്കാം, അതുപോലെ തന്നെ തീറ്റി, ഏത് ടൈപ്പ് തീറ്റി ഉപയോഗിക്കാം, മാലച്ചൂണ്ട എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും സ്റ്റാർട്ട് ആകുക. സമയം എന്താ ഇപ്പം? 5:30 നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. 2 മണിക്കൂർ സമയം തരും ഗെയിം ചെയ്യാൻ എല്ലാവരും. ഇതൊരു മത്സരമായിട്ട് കൂട്ടണ്ട, ഇതൊരു നമ്മുടെ ഒരു ചാരിറ്റി പയ്യന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അതെല്ലാം അതുപോലെ എല്ലാവരും ആ സീരിയസിൽ തന്നെ ഗെയിം ചെയ്യുക. ഞങ്ങള് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ അടുത്ത് നിന്നാണ്. ഇങ്ങനെ ഒരു ചാരിറ്റി എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇത്രയും ലോങ് വന്നത്. ജോലി എന്തോ? ഞങ്ങളൊക്കെ സാധാ ഞാൻ ഗാർഡനിങ്ങിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ടൂർണമെന്റ് കണ്ടപ്പം ടൂർണമെന്റിനെ കാട്ടി ഒരു പയ്യന്റെ ഇങ്ങനെ ഒരു ശാരീരിക അവസ്ഥ വെച്ച് നമ്മളെ കൊണ്ട് കഴിഞ്ഞ് നമ്മൾ വന്ന അവർക്കൊരു ഇതാകത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങള് ഇതുവന്ന് വന്നത്. മീൻ പിടിക്കാനൊക്കെ പലയിടത്തും പോകാറുണ്ട്. ഞങ്ങളിവിടെ പെരുമാതുറ സ്ഥിരം സ്ഥിരം ആൾക്കാരാണ്. അവിടെ ഇഷ്ടംപോലെ മീൻ പിടിക്കുന്നുണ്ട് ഞങ്ങൾ. സമാധാനമുള്ള ഒരു കാര്യമാണ്. സമാധാനമാണ് ഇതിന്റെ മെയിൻ. ക്ഷമ വേണം. അല്ലാതെ ഉടനെ പോകണമെന്ന് പറഞ്ഞു വന്ന അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. എത്ര ക്ഷമയില്ലാത്തവർക്കും പരീക്ഷിക്കാൻ നന്നായി പിടുത്തമുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ക്ഷമ കിട്ടും. അതെ, കാരണം നമ്മൾ കുറച്ച് ദിവസം നമ്മൾ ഇതിന്റെ പുറകെ ആയാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് മാറിക്കോളും. അങ്ങനെ എവിടെന്നായിരുന്നു? ഞാൻ കരിപ്പഴയായിരുന്നു, മാലിക്കരയ്ക്ക് അടുത്തുള്ള കരിപ്പഴയാണ് വരുന്നത്. ഇപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ ടൂർണമെന്റിനൊക്കെ പോകാറുണ്ടോ? തീർച്ചയായിട്ടും പോകാറുണ്ട്. എങ്ങനെ അനുഭവങ്ങൾ എങ്ങനെ? ഇത് വന്നിട്ട് നമ്മുടെ ഒരു ടൂർണമെന്റ് അല്ലല്ലോ, മെയിനായിട്ട് നമ്മുടെ മത്സരത്തിൻ്റെ അകത്ത് പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യുവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നടത്തുന്നത് തന്നെ. അതിനുവേണ്ടി മത്സരിക്കുന്നുള്ളതേ ഉള്ളത്. ഒത്തിരി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല, ചെറിയ ചെറിയ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഉദ്ദേശമല്ല വരുന്നത്, ഇതൊരു ഹരവാ, അതിനുവേണ്ടി വരുന്നതാണ്. ഇതൊരു ലഹരിയായി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമുണ്ട്. തീർച്ചയായിട്ടും മറ്റ് ലഹരികളൊന്നും ഉപയോഗിക്കത്തില്ല. ഇതിൻ്റെ അകത്ത് വരുന്ന 90% ആൾക്കാരും മറ്റു ലഹരികളൊന്നും ഉപയോഗിക്കാത്ത ചൂണ്ടക്കാരെല്ലാവരും നല്ല മാന്യമായിട്ട് സംസാരിക്കുന്നവരും മാന്യമായിട്ട് ഇടപെടുന്നവരും തന്നെയാണ് സർവ്വ ചൂണ്ടക്കാരും. പിന്നെ അതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്തും വരുന്ന തൊട്ട് 1, 2 ഒക്കെ പിഴയായിട്ടുള്ളത് കാണുമായിരിക്കും. എന്നാലും 99% ചൂണ്ടക്കാരും ഈ ലഹരി അങ്ങനെയുള്ള ലഹരികളൊന്നും. ഞാൻ കൊല്ലം മയ്യനാടുന്നു. സ്ഥിരമായിട്ട് ഇങ്ങനെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇടയ്ക്കൊരിടം കൊച്ചിയിൽ പോയായിരുന്നു. കൊച്ചിയിൽ EK മാംഗ്ലേഴ്സിന്റെ അവിടെ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേക ടീമുകളല്ലോ ഉണ്ടോ ഇങ്ങനെ? ഇതിൽ കുറെ ഗ്രൂപ്പുകളുണ്ട്. റിയാൻ ഫിഷിങ്, EK മാംഗ്ലേഴ്സ്, കൊല്ലം ഫിഷിംഗ് ക്ലബ് ഉണ്ട്, UTC ആംഗ്ലേഴ്സ് ഉണ്ട്. അങ്ങനെ കുറെ ക്ലബ്ബുകളുണ്ട്. ക്ലബ്ബിന്റെ കുറെ ഗ്രൂപ്പുകൾ. എൻ്റെ ഒരു വിഷ്ണുപ്രിയ. എങ്ങനെയാ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ എങ്ങനെ? നമ്മൾ ഫിഷിംഗ് ചെയ്യാറുണ്ട്. നമ്മൾ കൊല്ലത്താണ് ഫിഷിംഗ് ചെയ്യുന്നത് കൂടുതലും. അവിടെ നമുക്കിതിന് പ്രത്യേകിച്ച് പൊഴിക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നമുക്ക് കൂടുതലും ഹെവി സൈസ് GTയും പിന്നെ ഈ ഹമൂർ, ചെമ്പല്ലി അങ്ങനെയുള്ള മീനുകളാണ് അവിടെ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു അഡിക്റ്റ് എന്ന് പറയാം. നമ്മളെ ഓരോരുത്തരുടെ ലിക്കറിനൊക്കെ അഡിക്റ്റ് ആവുന്ന പറയില്ലേ, അതൊക്കെ ഒരു അഡിക്റ്റ് ആവുന്ന ഒരു സംഭവമാണ്. ഇതൊരു ലഹരിയാണ്. ഒരു ലഹരിയാണിത്. ഇതിനോട്ട് തലയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ പോയാലും ആ ഒരു ഇതുണ്ടാവും. ക്ഷമ കിട്ടും അല്ലേ? ക്ഷമ കുറച്ച് ഫിഷിങ്ങിൽ കുറച്ച് ക്ഷമ വേണം. പിന്നെ നമ്മൾ ഈ ജിഗും ഞാൻ ഈ റോഡ് റീലൊക്കെ ഉപയോഗിക്കുന്ന പറഞ്ഞിട്ട് 8-9 കൊല്ലം അത്യാവശ്യം വലിയ മീനുകളെ കിട്ടും. അത് ഓരോ സൈറ്റിൽ പോകുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അല്ല, നമ്മൾ കൂടുതൽ ഇതിന് മേളിൽ ഇങ്ങനെ ഇപ്പം നമ്മൾ ജിഗോ അത് പോപ്പറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന് മേളിൽ എവിടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അതനുസരിച്ച് ഓരോ സ്ഥലത്തിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രെയിനിങ് അങ്ങനെയല്ല ഉണ്ടോ? നമ്മളിത് ഞാനൊരു 1-2 കൊല്ലം ഇതിന്റെ പുറകെ കിടന്നിട്ട് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഇതൊക്കെ ചെയ്യുന്നവരെ കൂടെ ഒന്ന് പഠിച്ചതാണ്. നമ്മൾ ഒരുപാട് വലിയ ആംഗ്ലറൊന്നുമില്ല, എന്നാലും അത്യാവശ്യം എല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അത്യാവശ്യം ഇവിടെ വരാനുള്ള കാര്യം, ഇവിടെ വരാൻ നമുക്ക് ഈ കോമ്പറ്റീഷനൊക്കെ ഒരു പങ്കെടുക്കുന്ന ഒരു ഹരവാ. ഇതൊക്കെ വല്ലപ്പോഴും ഒന്ന് കിട്ടുന്ന ഒരു അവസരമല്ലേ. ഞാൻ പിന്നെ ലീവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മാത്രമേ വരാറുള്ളൂ. എന്താ ജോലി? എന്ത്? ഞാൻ ആർമിയിൽ വർക്ക് ചെയ്യാം. ആർമിയിലാണ്. പേരെന്ത്? എൻ്റെ പേര് വിഷ്ണു. ചേട്ടാ ഫിഷിങ്ങിന് വന്നതാണോ? അതെ, അല്ല, ഞാൻ ഇതൊന്ന് കാണാനായിട്ട് വന്നതാണ്. ഇവര് ഫിഷ് പിടിക്കുന്ന എങ്ങനെയാണെന്നും അതൊക്കെ ഒന്ന് കണ്ട് രസിക്കാനായിട്ട് വന്നതാ. ഹരമുണ്ടോ? പിന്നെ മീൻ പിടിക്കുന്ന ഹരം തന്നെ. ചെറുപ്പത്തിലൊക്കെ പോകാറുണ്ടായിരുന്നു? എങ്ങനെ? ചെറുപ്പത്തിലൊക്കെ പോകാറുണ്ടായിരുന്നു? ചെറുപ്പത്തിലും പോകുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോ പിടിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നിപ്പോ പിടിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്റെ പേരെന്താ? എന്റെ പേര് രാജു. പേര് ശരത്ത്. എന്റെ പേര് സൈജു. എന്റെ പേര് ശ്യാം. അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആക്ച്വലി ഞങ്ങള് ഈ കടലുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നതല്ല, ഞങ്ങളാണ് ഇച്ചിരി അകത്തുനിന്നാണ് വരുന്നത്. ഞങ്ങളുടെ കൂടുതലും ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതും ഫിഷ് ചെയ്യുന്നതും വരാല്, ചെറുമീൻ, വാള അങ്ങനെയൊക്കെയുള്ള മീനുകളാണ്. ഇത് നമുക്ക് കടലെന്ന് പറയാൻ നമുക്കൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് വേറൊരു ഫീലാണ്. അപ്പൊ ഇങ്ങനെ ഒരു ടൂർണമെന്റ് ഇവിടെ ബാബുച്ചേട്ടൻ നടത്തിയപ്പോൾ നമുക്കത് വന്ന് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇതിനു മുമ്പ്
പുള്ളി നടത്തിയതിനകത്ത് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിപ്പം ഞങ്ങളെല്ലാം ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഭയങ്കര ഇതിപ്പം സത്യം പറയുന്നത് കഴിഞ്ഞിട്ടാണ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം വന്നപ്പം തന്നെ നമുക്കൊരു നല്ലൊരു ഫീലാണ്. മത്സരത്തിന് ഇന്ന മീനൊന്നും ഒരു ടാർഗറ്റ് ഇല്ല, നമുക്കിപ്പം കിലോയാണ്. ഇപ്പം ഉള്ള മീനെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പം മാക്സിമം പങ്കെടുക്കുക, കിട്ടുന്ന മീനെ വെച്ചിട്ട് ഇത് നോക്കുക, അത്രേ ഉള്ളൂ. മെയിനായിട്ട് നമുക്ക് ഒരു ജീവകാരുണ്യ പ്രവർത്തനം അല്ലേ? അതേ ഉള്ളു. ഇത് പക്ഷെ ആറ്റിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അറിയാം കാര്യങ്ങള്. നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് സത്യം പറയാം ഇവിടെ നമ്മൾ ബേബീസാണ്, നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഇവിടെ നോർമൽ ചൂണ്ടയ്ക്കകത്ത് തീറ്റി കൊത്തി എറിയുന്നു, പിന്നെ എല്ലാം മീൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ. അത്രേ ഉള്ളൂ സംഭവം. എന്താ പേരെന്താ? എൻ്റെ ഒരു സുമേഷ്. എവിടുന്നായിരുന്നു? ഞാൻ കറ്റാനം. നിങ്ങൾ ഈ ഫിഷിംഗ് ടൂർണമെന്റിലേക്ക് വന്നതിന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സഹായത്തിന് വേണ്ടിയിട്ടാണല്ലോ. ഒരാൾക്ക് ചികിത്സിക്കാനുള്ള പുള്ളിയുടെ പേര് ആദിത്യൻ. പുള്ളിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ മീൻ കിട്ടുവാണെങ്കിൽ നമുക്കൊരു സന്തോഷമായിരിക്കും. പിന്നെ ഇത്രയും പേരുടെ കൂടെ ചൂടാൻ പറ്റുന്നൊരു അവസരം നമുക്ക് പഴക്കി കളയാൻ പറ്റത്തില്ല. അതുപോലെ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്ന ആൾക്കാണ് സമ്മാനം. ഫസ്റ്റ് പ്രൈസ് 10,000, സെക്കൻഡ് പ്രൈസ് 5,000 അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടുവാണെങ്കിൽ എൻ്റെ എമൗണ്ട് ഞാൻ പുള്ളിക്കാരന് കൊടുത്ത് സഹായിക്കാൻ എൻ്റെ ഒരു തീരുമാനം. കിട്ടുവാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ആ രീതി നടക്കട്ടെ. ഇപ്പോൾ എത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു മീൻ? ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് എൻ്റെ ഒരു 6 വർഷം. 6 വർഷം കൊണ്ട്. എങ്ങനെയാണ് ഈ ഒരു മീൻപിടുത്തത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം എന്താണ് മനസ്സിലായത്? ശേഷം എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് അല്ലേ മീൻപിടുത്തം. മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഒരു ലഹരിയിൽ നിന്ന് ഇതൊരു വേറിട്ട അനുഭവമില്ലേ. മീൻപിടുത്തം ഓരോ ചുണ്ടക്കാർക്കും പ്രത്യേകം ഓരോന്ന് പറയാനുണ്ട്. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ നല്ലൊരു സമയം പോകാൻ വേണ്ടി മാത്രമല്ല, നമുക്കൊരു നല്ലൊരു മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ക്ഷമയാണല്ലോ വേണ്ടത്. മെയിനായിട്ട് ക്ഷമയില്ലെങ്കിൽ പറ്റുമല്ലോ. മീൻപിടുത്തത്തിന് ക്ഷമയാണ് മെയിനായിട്ട് വേണ്ടത്. ക്ഷമയുള്ളവർക്കനുസരിച്ച് മീൻ കിട്ടും. ഏറ്റവും കൂടുതൽ നിങ്ങൾ ചൂണ്ടിടാൻ പോകുന്നത് ആറ്റിലാണോ കായലാണോ? ഞാൻ ഏറ്റവും കൂടുതൽ ആറ്റിൽ പോകാറുണ്ട്, പിന്നെ വയലുകളിൽ പോകാറുണ്ട്, പിന്നെ തോട്, അതുപോലെ കടല്, എല്ലായിടത്തും പോകാറുണ്ട്. മീൻ എവിടെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന അവിടെ എല്ലാം നമ്മൾ പോകും. ജോലി ഉണ്ട്? ഞാൻ ഇലക്ട്രീഷ്യനാണ്. ഈ ഒരു ടൂർണമെന്റിൽ ആദ്യം വന്ന 2 ടീമുകളാണ് ഇവര്. ഞങ്ങൾ വരുമ്പോൾ ആദ്യം കാണുന്നത് ഇവര് മാത്രമാണ്. അപ്പം ഇപ്പൊ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കൊല്ലത്ത്. നിങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ ഈ ഒരു ഫിഷിങ്ങില്? ഞങ്ങള് ഫസ്റ്റ് സിക്സർ ബാബു ചേട്ടനാണ് ഞങ്ങൾ റോഡ് റീൽ മേടിക്കുന്നത്. ഞാനാരും 2 പേരും ഇവിടെ തന്നെ ഞങ്ങൾ മേടിക്കുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ പൊഴിക്കരയിലും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വരാല്, വാഹ അങ്ങനത്തുള്ള മീനുകളൊക്കെ അവിടെയാണ് നാട്ടിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ടൂർണമെന്റ് സിക്സർ ബാബു ചേട്ടൻ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഇങ്ങോട്ട് വരണമെന്നുള്ളത്. അപ്പം ഇവനാണ് ആദ്യം വീഡിയോ കാണുന്നത്. ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഇവനിക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. നമുക്ക് നിനക്ക് പോണോടാന്ന് പറഞ്ഞു. ഞങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് ഒരു ദിവസം കൂട്ടായ്മയാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ജോലി? ഞാൻ ഇലക്ട്രീഷ്യനാണ്. ഞാൻ ഡിസൈനറാണ്. ഇപ്പൊ ഈ ഒരു മീൻ പിടുത്തത്തിലേക്ക്, അതായത് ഫിഷിങ്ങിലേക്കൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? എന്തെല്ലാം കാര്യങ്ങളാണ് മാറ്റങ്ങളെ പറയാനേ ഉള്ളൂ. ഫിഷിങ്ങിൽ ആക്ച്വലി നമുക്ക് നമ്മുടെ ലഹരി തന്നെ ഇപ്പൊ ഫിഷിംഗ് ആണ്. മറ്റു ലഹരിയെക്കാട്ടി നല്ല ഏറ്റവും ലഹരി ഫിഷിംഗ് തന്നെയാണ്. ടൈം കിട്ടിയ ഫിഷിങ്ങിനാണ് പോകുന്നത്. വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് അതിനാണ്. ചൂണ്ടയെടുത്തോണ്ട് ഓടുന്നത് എന്തിനാന്ന് ചോദിച്ചോണ്ടാണ്. രാത്രി വൈകിയാണ് വീട്ടിൽ കയറുന്നത്? രാത്രി ഇന്നലെ രാത്രി ഞങ്ങൾ വൈകിയാണ് കയറി. 12 മണിയൊക്കെ ആണ്. ഇന്നലെ എന്റെ കണ്ണ് എന്റെ ഡാമേജ് ഒക്കെ ഉണ്ട്. ഇത് രാത്രിയിൽ ട്രാവൽ ചെയ്തപ്പോൾ കണ്ണിൽ പ്രാണി അടിച്ചാണ്. അപ്പം അത് ഇന്നലെ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. അതെല്ലാം വകവയ്ക്കാതെ നമ്മൾ ഇങ്ങോട്ട് ഒരു എന്താ പറയാ അവരെ സഹായിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ വന്നില്ല. അത്രേ ഉള്ളൂ. ഞങ്ങൾ ശക്തിയുള്ള ഹാർബറിലായിരുന്നു. ഹാർബറിൽ നൈറ്റ് ഫിഷിങ്ങിന് വന്നിട്ട് പോയതാണ്. അങ്ങനെ ഇടയ്ക്കിരിക്കുമ്പോൾ ഇറങ്ങും നൈറ്റ് ഫിഷിങ്ങിന്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ കായലാണോ കടലാണോ? ഞങ്ങൾ രണ്ടിടത്തും പോകാറുണ്ട്. ഞങ്ങൾ ഇപ്പം സീസൺ ടൈം അനുസരിച്ച് മാറുക. കുറച്ച് നാൾ മുന്നേ ഞങ്ങൾ പിടിച്ചുകൊണ്ടിരുന്നത് വരാല്, വാഹ അങ്ങനത്തുള്ള മീനുകളായിരുന്നു. പിന്നെ അല്ലെങ്കിൽ നമ്മൾ പൊഴിക്കരയിലോ തങ്കശ്ശേരികളിലോ പോയിട്ട് വറ്റ അങ്ങനത്തുള്ള നെടുവ അങ്ങനത്തുള്ള മീനുകളെ നമ്മൾ ടാർഗറ്റ് ചെയ്യണം. അപ്പൊ സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? തെരണ്ടി അടിച്ചത് ഞങ്ങൾക്ക് ഒരു തവണ ഞങ്ങൾക്ക് ഒരു വലിയ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഗിറ്റാർ ഷാർക്കിനെ കിട്ടി. പക്ഷെ ഞങ്ങൾ റിലീസ് ചെയ്തു. അത് ഈ റോഡിൽ റീലിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വംശനാശ ഭീഷണി ഉള്ളതായതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ അപ്പം തന്നെ 7 കിലോ അടുപ്പിച്ചിട്ടുള്ള ഒരു ഗിറ്റാർ ഷാർക്കായിരുന്നു. അത് വംശനാശം. അത് 3 കാറ്റഗറി ഉള്ളൂ. അതിൽ ഏറ്റവും നല്ലൊരു കാറ്റഗറി നമുക്ക് കിട്ടിയത് തന്നെ. അത് നമുക്ക് എടുക്കായിരുന്നു. പക്ഷെ നമ്മളത് സന്തോഷത്തോടെ നമ്മൾ റിലീസ് ചെയ്തായിരുന്നു. വേറെ ഒന്നും അതിനുശേഷം അടിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ലേറ്റ് ആയിട്ട് അടിച്ചത് നമ്മൾ റിലീസ് ചെയ്തു. അവിടെ പല ആംഗ്ലേഴ്സും പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ടെന്നും പറഞ്ഞു. പക്ഷെ ഞങ്ങളതൊന്നും ചെയ്തില്ല. കാരണം ഞങ്ങൾ ഈ യൂട്യൂബർമാരായിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് മുമ്പിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതിനെ പിടിക്കരുത്, പിടിപ്പിക്കുക, വിടണം. അതൊക്കെ ഈ ഫിഷിങ്ങിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരാലടിക്കും പോകുമ്പോഴായാലും കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്ന വരാലുകളെ ഞങ്ങൾ പിടിക്കാറില്ല. അതിന് ഒരുപാട് പേര് ടാർഗറ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ വംശനാശത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഫിഷിങ്ങിലേക്ക് വന്നപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു. അതിനെ നമ്മൾ സേവ് ചെയ്യുക, എന്നാലും നമുക്ക് നാളെയും കിട്ടുകയുള്ളൂ.
നമുക്ക് നാളെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എന്തായാലും പഠിക്കുന്നുണ്ട്. പിന്നെ ക്ഷമ, അതെല്ലാ ചൂണ്ടക്കാരും പറയുന്നത് നല്ല ക്ഷമയുണ്ട്. നല്ല ക്ഷമയാണ് ഫിഷിങ്ങിന് വേണ്ടത്. ആണ് ഒന്നും കിട്ടാതെ പോയിട്ടുള്ള ദിവസങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ദിവസങ്ങളുണ്ട്. ഇഷ്ടംപോലെ ദിവസങ്ങൾ. പക്ഷെ എന്നാൽ വീണ്ടും ചൂണ്ട എടുത്തുകൊണ്ട് ഇറങ്ങും. അതാണ് ചൂണ്ടയുടെ ഒരു ഹരം എന്ന് പറയുന്നതാണ് ഫിഷിങ്ങിൽ കിട്ടുന്നത്. ഒന്നും കിട്ടാതെ പോയാലും പിന്നെ ഇറങ്ങുക. അതാണ് കറക്റ്റ് സമയമാകുമ്പോഴത്തേനും വീണ്ടും ഇറങ്ങും. അതെ അതെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത്? അതെ രണ്ടുപേരും ഞങ്ങള് ചൂണ്ട സ്പോട്ടിൽ വെച്ച് കമ്പനിയാണ് പൊഴിക്കര വെച്ച് പരിചയപ്പെട്ടത്. കൊല്ലത്ത് തന്നെ ഞാൻ കരിക്കോടുള്ള അതിന് കാരണം സിക്സ് ബാബു ചേട്ടനാ. റോഡ് റീൽ എടുത്ത് എവിടെ നിന്ന് വെച്ച് സിക്സ് ബാബു ചേട്ടനാണെന്നാണ് പറഞ്ഞത്. ഞങ്ങള് കമ്പനിയാണ്. ഒരു കൊല്ലമായി ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട്. കമ്പനിയായതിനു ശേഷമാണ് അറിഞ്ഞത് സിക്സ് ബാബു ചേട്ടൻ രണ്ടുപേരും ചൂണ്ട എടുത്തത്. അങ്ങനെ കമ്പനിയായി. പിന്നെ അങ്ങനെ തുടർന്നു മുന്നേറി. നമസ്കാരം ചേട്ടാ, എവിടെയാ വരുന്നത്? ഞാൻ കരുനാഗപ്പള്ളി. ഈ ഒരു ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തില് ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയേക്കുവാണ്. ഫിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിഷിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതിപ്പം കടലിലായാലും കായലിലായാലും എവിടെ ആയാലും ചൂണ്ടയടിയിൽ ഒരു ഹോബിയായിട്ടുള്ളവർക്ക് അതൊരു ഭ്രാന്ത് തന്നെ. എവിടെയൊക്കെ പോകാറുണ്ട് മീൻ പിടിക്കാൻ? ചൂണ്ടയിടാൻ അങ്ങനെ ഫിഷിങ്ങിന് അങ്ങനെ ദൂരങ്ങളില്ലല്ലോ. എല്ലാം ഒരുപാട് ദൂരെ പോയി മീൻ പിടിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പോകും. ഇപ്പൊ ഈ ഒരു രംഗത്ത് ഇറങ്ങിയിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ഈ ഒരു രംഗത്ത് ഇറങ്ങിയാൽ നമുക്ക് ഫിഷിങ് സമയം ടൈം പാസ്, പിന്നെ അതേപോലെ വിനോദം, പിന്നെ വേറെ ഒരുപാട് ദുശീലങ്ങളൊക്കെ ഒഴിവാകും. അങ്ങനെ ഒഴിവായിട്ടുണ്ടല്ലേ? അങ്ങനെ അതൊക്കെ ഒഴിവാകും. വീട്ടിലെങ്ങനെ പ്രോത്സാഹനമാണോ അതോ? വീട്ടിൽ പൊതുവെ മിക്കവാറും പെണ്ണുങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു പരിപാടി. പിന്നെ ചിലരൊക്കെ ഉള്ളു സപ്പോർട്ട് ചെയ്യുന്നത്. മീൻ കൊണ്ടുവരുമ്പോ ഒരു സന്തോഷം. മീൻ കൊണ്ടുവരുമ്പോ പിന്നെ ഇടയ്ക്കൊക്കെ കളിയാക്കും. പിന്നെ മീൻ ചിലപ്പോ കിട്ടും. അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്നാലും നമ്മൾ ഈ പരിപാടി നിർത്തത്തില്ല. പക്ഷെ ആരൊക്കെ കളിയാക്കിയാലും നമുക്കിതൊരു എത്ര വയസ്സ് മുതൽ ഈ ഫീൽഡിറങ്ങി? ഞാനിപ്പോ ഈ സ്റ്റിക്കിന്റെ പരിപാടി തുടങ്ങിയിട്ട് 2013 മുതൽ ഈ റോഡ് ആൻഡ് റീൽ ഉപയോഗിച്ചുള്ള ഏറ്റവും കൂടുതൽ എവിടെ പോകുന്നത്? അഴീക്കലൊക്കെ വരും. അഴീക്കല് പിന്നെ വള്ളത്തേലൊക്കെ പോയി മീൻ പിടിക്കുകയൊക്കെ ചെയ്യും. കല്ലടയാറ് അങ്ങനെയൊക്കെയുള്ള ഭാഗത്തൊക്കെ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നിങ്ങൾ ഫാമിലി ആയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണോ? ഈ ടൂർണമെന്റ് പങ്കെടുക്കാൻ വന്നതാണോ? ടൂർണമെന്റ് പങ്കെടുക്കാൻ വേണ്ടി വന്നു. ചേട്ടന്റെ പേരെന്ത്? എന്റെ പേര് രാജേഷ്. ഇത് ജോലി എന്ത്? വെൽഡിംഗ് ആണ്. അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് ചെറുപ്പം മുതലേ ആഗ്രഹമായിരുന്നോ അതോ? ഞാൻ പണ്ട് തൊട്ടേ ചൂണ്ടയിൽ ചെയ്യുന്നതാണ്. എങ്ങനെയുണ്ട് ഈ ഒരു മേഖലയിൽ വന്നിട്ട് അനുഭവം? എന്തെല്ലാം മാറ്റങ്ങളാണ്? നമുക്ക് ടൈം പാസ്, സമയം പോവും. പിന്നെ രസം, വേറെ ടെൻഷനൊന്നും അറിയത്തില്ല ചൂണ്ടയിടാൻ വരുമ്പോൾ. പിന്നെ ഒരു 4 വർഷം മുമ്പ് ഞാൻ ഇവിടെ പരിപാടിക്ക് പങ്കെടുത്തായിരുന്നു. അതെനിക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഗൾഫിൽ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ 6-7 മാസം ആവുന്നുള്ളൂ. ഞാൻ വീണ്ടും ഇങ്ങനെ വരാൻ പറ്റി. നിങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് പോവോ അതോ മീൻ പിടിക്കാനൊക്കെ? ഞാൻ ഫാമിലി ആയിട്ട്. ഞാൻ ഇവിടെ യാർഡിലാണ് വർക്ക് ചെയ്യുന്നത്, ബോട്ട് യാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഒരുമിച്ച് അങ്ങ് പോയില്ലേ? പോയി. എവിടെ വീട്? എവിടെ വീട്? വവ്വക്കാവില്. അങ്ങനെ അഴീക്കിൽ ഇന്ന് നടന്ന ഫിഷിംഗ് ടൂർണമെന്റിന്റെ സമാപ്തി ആയിരിക്കുകയാണ്. അവിടെ നിന്ന് വിസിലടിച്ചു. ഇവിടെ നിന്ന് എല്ലാ ചൂണ്ടക്കാരും അങ്ങോട്ട് അവരവരുടെ മീൻ കൊണ്ട് പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ തൂക്കി നോക്കിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പോകാം. എത്ര? 700 ഗ്രാം. ഇതാരാ ചെസ്റ്റ് നമ്പർ? 700 ഗ്രാം. ആരാ ചെസ്റ്റ് നമ്പർ? 1 കിലോ 70 ഗ്രാം. 930 ഗ്രാം. 365 ഗ്രാം. 365 ഗ്രാം. ചെസ്റ്റ് നമ്പർ എത്രയായിരുന്നു? 1850. 1850. 1850. 1 കിലോ 850 ഗ്രാം. ഹരീഷ് ആണ് ഫസ്റ്റ് പ്രൈസ്. ഹരീഷ്. ആരാ ഹരീഷ്? ഓക്കെ, വെൽക്കം. ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തിരിക്കുന്നത് ഹരീഷ് ആണ്. വന്ന് 10,000 രൂപ കളക്ട് ചെയ്യുക. എന്റെ ഹരീഷിനെ അടുത്ത് ഇപ്പൊ കൊടുക്കുക. എല്ലാവരും ഒന്ന് കൈവരിച്ചേ. സെക്കൻഡ് പ്രൈസ് കൊയിലോൺ നെറ്റ്സിന്റെ ഫിഷിംഗ് കിറ്റാണ്. എടുത്ത് കൈവച്ചു കൊടുക്കും. ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. നിറച്ച് സാധനങ്ങളാ കേട്ടോ. ഫുൾ സെറ്റാ പോലെ. അപ്പൊ റിനോൾ ദാസ് തേർഡ് പ്രൈസ് വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുന്നു. സിക്സറിന്റെ പേരിലും ഇതിൽ സംഘടിപ്പിച്ച സംഘാടകരുടെ പേരിലും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ മുഴുവനായി നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ ഒരു 30,000 രൂപ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആദിത്യന് വേണ്ടി. അത് വലിയ കാര്യമായിട്ട് തന്നെ നമ്മൾ കരുതുന്നു.
ഇത്രയും നല്ല രീതിയിൽ സഹകരിച്ച എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. അപ്പൊ ഇത് കണ്ട് ഈ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കാണുകയോ ചെയ്യുന്നവര് ഇനിയും ആ പയ്യന് വേണ്ടി സഹായങ്ങൾ ചെയ്യാം. അവന്റെ നമ്പർ എന്ന് പറയുന്നത് 73 56 59 96 36 7356599636 എന്ന് പറയുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്ത് സഹായം ചെയ്യാം. അപ്പൊ മാക്സിമം എല്ലാവരും സഹകരിക്കുക. സഹകരിച്ച എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു. നമസ്കാരം. അപ്പൊ കുഴപ്പമില്ല, ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി. ഒരു ഇതൊക്കെ ചെയ്തു തന്നതിന് ഏറ്റവും വലിയ നന്ദി എല്ലാവർക്കും. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, സന്തോഷം. ഇവ മത്സരിച്ചില്ല, കൂടെ വന്നതാ. ചുമ്മാ ഇല്ല, ഞാൻ വർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ മറൈൻ ഫീൽഡിലാണ്, നീണ്ടാരെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഫിഷിംഗ് ടൂർണമെന്റിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയ എന്താണ് പേര്? നൗഫൽ. എവിടുന്നായിരുന്നു? ചെറിയ എന്താ സന്തോഷം? അല്ല, ആകസ്മികമായി നമുക്ക് കിട്ടിയ ഒരു പ്രൈസാണ് സെക്കൻഡ് പ്രൈസ്. ഇത് നമ്മുടെ സുഹൃത്താണ്. നമ്മുടെ സുഹൃത്ത് നമ്മുടെ ആശാൻ എന്ന് പറയും, ഷിഹാബ്. ഞങ്ങൾ മൂന്നുപേരും എപ്പോഴും എല്ലാ ദിവസവും ഇവിടെ കാണും. എല്ലാ ദിവസവും ചൂണ്ടയിടാൻ കാണും. നൈറ്റ് ഫിഷിങ്ങിലായാലും എപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ എപ്പോഴും ഇതൊരു പാഷന്റെ പുറത്ത് പോകുന്നത്. അപ്പോൾ ഇതൊരു ടൂർണമെന്റ് നടത്തിയപ്പോൾ കയറാമെന്നുള്ള രീതിയിൽ പങ്കെടുത്തതാണ്. ബാബുവാണ് നമ്മുടെ ഒരു സുഹൃത്താണ്. അങ്ങനെയാണ്. ഇതിനകത്തിപ്പം സെക്കൻഡ് അടിച്ചതിൽ നമുക്ക് 5000 രൂപയുടെ പ്രൈസാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് ഒരു 2000 രൂപ ഈ പയ്യന് കൊടുക്കുക. ഇപ്പൊ ചികിത്സാ സഹായത്തിന് 2000 രൂപ അത് കൊടുക്കുന്ന രീതിയിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു 3000 രൂപ റീൽ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം 5 രൂപ ഇതിൽ 2 രൂപ പയ്യന് കൊടുക്കാനുള്ള രീതിയാണ്. പിന്നെ ഒരു ചെറുപ്പക്കാരനല്ലേ, നമ്മളെ പോലെ ഒരു ചെറുപ്പക്കാരനല്ലേ. അത് ആലോചിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. നേരം ഇത് ചികിത്സാ സഹായം നോക്കിയാണ്. ഓക്കെ.